തന്റെ ശരീരത്തെ ചെയ്ത അതിനോടുള്ള ഒരു 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 ആ നിയമം നടപ്പിലാക്കുന്നതിനെതിരായിട്ടുള്ള ഒരു ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ഒരു എതിർ വിചാരം എന്നുള്ള നിലയ്ക്ക് ശരീരത്തെ ഉപേക്ഷിക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടി വരും. പക്ഷെ അതേസമയം തന്നെ ശ്ലോകം 69 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സ്മൃതിയും ശ്രുതിയും പോയാലും, ശ്രുതി എന്നിവ ആണ്. എന്താണ് ഈ സ്മൃതി എന്നുള്ള കാര്യം, ശ്രുതി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്താണ് ഈ പലതരം സ്മൃതികൾ? ആ സ്മൃതികളുടെ അടിസ്ഥാനത്തിലാണ് രാമരാജ്യം എന്ന് പറയുന്ന സംഭവം നിലനിന്നിരുന്നത്. അത് ശംഭുവിനെ കഴിവേറ്റിയ ഒന്നാണെങ്കിൽ അത് മറ്റു പല ആളുകളെയും ആ രീതിയിൽ കീഴാളരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ജാതി നിയമങ്ങൾ അനുസരിക്കുന്ന ഒന്നാണ് സ്മൃതി. അതുപോലെ തന്നെ ശ്രുതികളും ആ രീതിയിൽ തന്നെ ഉള്ളവയാണ്. ആ ശ്രുതിയും പോയാലും സതിമാരുണ്ടെങ്കിൽ, സതി എന്താണ്? പതിവ്രത അല്ലെങ്കിൽ ഭർത്താവിനെ ഭർത്തൃ നിയമങ്ങൾ ഭർത്താവിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ സതി സമ്പ്രദായം എന്നുള്ള കാര്യം നിൽക്കട്ടെ, ഈ സതിമാരുണ്ടെങ്കിൽ ഭൂമി ധന്യമാണ് എന്ന് ആശാൻ എഴുതുന്നു. അപ്പോൾ ഈ വെൽ ബാലൻസിങ് എന്ന് ഞാൻ വളരെ മുമ്പേ പറഞ്ഞ കാര്യം, ഈ ചിന്താവിഷ്ടയായ സീത, നമുക്കറിയാം സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന പല ആളുകൾ. ഞങ്ങളുടെ അവിടെ ഒരു കുട്ടി ഗവേഷണത്തിൽ വന്ന കുട്ടി പറഞ്ഞു, ഈ സ്ത്രീ സ്വാതന്ത്ര്യം വല്ലാത്ത ആശാൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അന്നേരം എനിക്കൊന്ന് പറയാൻ പറ്റി, കാരണം നമ്മുടെ അങ്ങനെ ഒരു ഡിബേറ്റ് അല്ലല്ലോ പല കമ്മിറ്റികൾ എന്ന് പറയുന്നത് നമ്മൾ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ സ്വാതന്ത്ര്യം, നളിനി ലീല എന്നീ 2 കാവ്യങ്ങൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയാം അവരുടെ ഇച്ഛക്കനുസരിച്ച് നിയമങ്ങൾക്ക് ഭിന്നമായിട്ട് കാമനകൾക്കനുസരിച്ച് പോകുന്നതാണ് സ്വാതന്ത്ര്യം എന്നുള്ള സംഭവത്തിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് വെച്ചുകൊണ്ട് ആശാൻ കവിതയെ എത്രമാത്രം പഠിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഞാൻ തീർത്തും സംശയത്തിലോ കുഴക്കത്തിലോ പെട്ട ഒരാളാണ്. കാരണം ഈ പറയുന്ന പല ആളുകളും സ്വാതന്ത്ര്യത്തിന്റെ വല്ലാത്ത സമഗ്രതയോ സ്വാതന്ത്ര്യത്തിന്റെ പല പുസ്തകങ്ങളുടെയും സ്ത്രീ പുരുഷ സമവാക്യങ്ങളുടെ കലാപം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനകത്ത് ചിന്താവിഷ്ടയായ സീത വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിലും നിയമങ്ങളുടെ വലിയ കടന്നുവരവുണ്ട്. ഇനി അടുത്ത ഒരു സംഭവം നോക്കുകയാണ് ദുരവസ്ഥ. ദുരവസ്ഥ എന്ന് പറയുന്ന സംഭവം പാഠപുസ്തകമായിട്ട് ഒരിക്കലും വരികയില്ല. അത് വരാത്തതിന്റെ കാരണം നമുക്കറിയാം. 1921 മലബാർ കലാപത്തെ മുൻനിർത്തിക്കൊണ്ട് 1922 ആശാൻ എഴുതി, അതിന്റെ സെപ്റ്റംബറിൽ അതിന്റെ 100 വർഷം പിന്നിടുകയാണ്. അതിന്റെ കാരണം ഈ മലബാർ കലാപത്തെ കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനവധി തരത്തിലുള്ള ധാരണകളുണ്ട്. ആ ധാരണയിൽ പലതും പരസ്പര വിരുദ്ധമാണ്. അതിനെ കാർഷിക കലാപമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും വർഗീയതയായിട്ടും ഒക്കെ പറയുന്ന സമയത്ത് ഇത് ടെക്സ്റ്റ് ആക്കി കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം അക്കാഡമി ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് അതുകൊണ്ട് തന്നെ ഇത് പാഠപുസ്തകം എന്തെങ്കിലും ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ കവിതയെ മുൻനിർത്തിക്കൊണ്ടാണ് ആശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് പറയുന്ന ഈ ഖണ്ഡകാവ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മുണ്ടശ്ശേരി പറഞ്ഞത്. മുണ്ടശ്ശേരി പറഞ്ഞ രീതിയിലുള്ള വലിയ വിപ്ലവമൊന്നും ആ കാവ്യത്തിൽ ഇല്ല എന്നുള്ള കാര്യം പിൽക്കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അതിനേക്കാൾ അവിടെ ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ആശാൻ കവിതയിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നു ചോദിച്ചാൽ അങ്ങനെയല്ല. പുതിയ വായനകൾക്ക് സാധ്യമായിട്ടുള്ള ഇടമൊരുക്കുന്ന മലയാള കവികളിൽ ഏറ്റവും പ്രഗത്ഭൻ ആശാൻ തന്നെയാണ്. കാരണം അത് ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്. അതിന് മുന്നോടിയായിട്ടൊരു ചെറിയ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, 1917 റഷ്യയിലെ റവല്യൂഷൻ നടന്ന സമയത്ത് ആ റഷ്യയിലെ റവല്യൂഷൻ വളരെ ബോൾഷെവിക് വിപ്ലവം എന്ന് പറയുന്നത് വലിയ ഹിംസ അതിനകത്ത് അടങ്ങിയിരുന്ന വർഗ വിപ്ലവമാണ് നടന്നത്. പക്ഷെ അതിന്റെ ആ വർഗ വിപ്ലവത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്, അതിൽ ഉന്നിദ്രമായിട്ടുള്ള ഹിംസയുടെ, അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഹിംസയുടെ അംശങ്ങളെ കുറിച്ച്, അത് ഏത് രീതിയിൽ പിൽക്കാലത്ത് സമഗ്രാധിപത്യത്തിലേക്ക് നയിക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഏതാണ്ട് 1989 സോവിയറ്റ് യൂണിയൻ തകർന്നു വീണപ്പോഴാണ് കേരളത്തിലെ പല ബുദ്ധിജീവികൾക്കും അതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ഉണ്ടായത്. 1956 ഹംഗറിയെ റഷ്യ അധിനിവേശിച്ചപ്പോൾ യൂറോപ്യൻ നാടുകളിൽ പല സ്ഥലങ്ങളിലും ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വർഗ വിപ്ലവം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചില ചിന്തകന്മാർക്ക് കൂടി ഒരു ധാരണ യൂറോപ്പിൽ സംഭവിച്ചു. എന്നാൽ
ഇതിനെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ 1921 തന്നെ ജ്ഞാനത്തിന്റെ സാമൂഹ്യ ശാസ്ത്രം മുതലായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു റഷ്യയിൽ നിന്ന് 1917 യുദ്ധം നടക്കുന്ന വിപ്ലവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും അതിനുശേഷം 4 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അവസാനം പാരീസിലൊക്കെ താമസിച്ച ജോർജ് ഗുർവിച്ച് എന്ന് പറയുന്ന വ്യക്തി. ഈ ജോർജ് ഗുർവിച്ച് 4 വർഷത്തിനുള്ളിൽ തന്നെ ലെനിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരത്തിൽ താനടക്കമുള്ള ആളുകൾ പങ്കാളികളായിക്കൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വിപ്ലവത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ജോർജ് ഗുർവിച്ചിനെ കഴിഞ്ഞു. ജോർജ് ഗുർവിച്ചിൽ നിന്നാണ് ഹെൻറി ലെഫെബർ പിന്നീട് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കി പറഞ്ഞത്. എന്താണ് ലെഫെബർ പറഞ്ഞത്? റഷ്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ വർഗ വിപ്ലവം നടന്നെങ്കിൽ പോലും സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഭരണാധികാരികളും സാധാരണ ജനങ്ങളും പങ്കിടുന്ന സ്ഥലം എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പ്ലേസുകൾ വിപ്ലവവൽക്കരിക്കപ്പെട്ടില്ല. പഴയ രീതിയിൽ തന്നെ സാറിസ്റ്റ് റഷ്യയിൽ നിന്ന അതേ രീതിയിൽ തന്നെ സ്ഥലങ്ങളും സ്ഥലബദ്ധമായിട്ടുള്ള അധികാരങ്ങളും പഴയ രീതിയിൽ തന്നെ റഷ്യയിൽ നിലനിന്നു. കെട്ടിടങ്ങളുടെ ഘടന മാറ്റുവാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറായില്ല. നമുക്കറിയാം, ഓരോ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഘടനകളുണ്ട്. ആ കെട്ടിടങ്ങൾ അധികാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ലാസ് മുറികളായിക്കോട്ടെ, നമ്മുടെ ഇവിടെ ആളുകൾ ഇരിക്കുന്ന ഓരോ അധികാരികളും സർവകലാശാലയിൽ ഇരിക്കുന്ന ഇടങ്ങളായിക്കോട്ടെ, ഇടങ്ങൾ നേർത്ത് വരികയും മനുഷ്യർക്ക് ചെന്നുപറ്റാൻ പറ്റാത്ത വലിയ ദുർഗങ്ങളായി. ഈ 6ാമത്തെ പ്രഭാഷണമാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ നടത്തിയ 6 പ്രഭാഷണങ്ങളിൽ നിന്ന് 6ാമത്തേതാണ് ഇവിടെ ഉള്ളത്, ഇവിടെ നടത്താൻ പോകുന്നത്. ഇവിടെ പറയുമ്പോൾ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതയിലെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ 2 വരികൾ, അതിൻ്റെ അവസാന വരികളാണ്. നിഷ്കപടതയോട് എന്നാണ് കവിതയുടെ പേര്. പുഷ്പവാടിയിലെ ഒരു കവിതയാണത്. നിഷ്കപടതയെ കരൾ നിറഞ്ഞൊരിരുൾ നീക്കും ചിൽ കതിരവൻ്റെ ചെറുരശ്മിയാലേ നീ. അപ്പോൾ ഇങ്ങനെ കരൾ നിറഞ്ഞ ഇരുൾ നീക്കുന്ന ചെറുരശ്മി ആണ് സൂര്യൻ്റെ ചെറുരശ്മിയാൽ ഈ കരൾ നിറഞ്ഞ ഇരുൾ നീക്കുന്ന ഒന്നാണ് നിഷ്കപടത. സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു കപടതയുള്ള ആളാണോ അതോ കപടനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം വരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാന്റെ 150ാം ജന്മ 1873 മുതൽ 1924 വരെയാണല്ലോ ആശാന്റെ ജന്മകാലം. അതിനകത്ത് 1873 എന്ന് പറയുന്ന ആ വർഷം മുതൽ 2023 ഏപ്രിൽ 12-ാം തീയതിക്കാണ് 150 തികയുന്നത്. അതിന് മുന്നോടിയായിട്ടായി നടത്തുന്നത് എന്ത് ഉദ്ദേശമാണ് എനിക്ക് തന്നെ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നു. സത്യത്തിൽ മറ്റൊരു ദുരുദ്ദേശവും എനിക്കില്ല. ആകെപ്പാടെ ഇതിനകത്ത് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു കവിയോടുള്ള ആരാധന മുത്തിട്ടാണോ അല്ലെങ്കിൽ ആരാധന മൂലമാണോ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് കാരണം ആശാൻ എന്ന് പറയുന്ന കവി, അദ്ദേഹത്തിൽ ഒരേ സമയം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള കുറേ ഘടകങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മാത്രവുമല്ല, ആശാൻ കവിത എന്ന് പറയുന്ന സാധനം ഏകപക്ഷീയമായിട്ട് മലയാളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരേ സമയം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ അത് ധാരാളം വിമർശനങ്ങളിലൂടെ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വിമർശനങ്ങളെ നമുക്കറിയാം, ആശാന്റെ ഒരു കാവ്യ ലോകത്തെ നാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനെ പലതായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. സ്വത്ര കവിതകൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ എന്ന് പറയുന്നവ, വിവർത്തനങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, ബാലകവിതകൾ, അതുപോലെ തന്നെ ബാലകവിതകളല്ലാത്ത ചെറുകവിതകൾ, അതുപോലെ തന്നെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ വരുന്ന തീക്കുട്ടിയുടെ വിചാരവും ഗ്രാമവൃക്ഷത്തിലേക്ക് ഉയരടക്കമുള്ള വളരെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നിട്ടുള്ള കവിതകൾ, ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരു കവിത എഴുത്തിന്റെ ലോകം. ഏതാണ്ട് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ പദ്യകൃതികൾ 900-ഓളം പേജുകളുണ്ട്. അത്
ആ പേജുകളെ മൊത്തം ഇവിടെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതും നടക്കുന്ന കാര്യമല്ല. രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, CS സുബ്രഹ്മണ്യൻ പോറ്റി മുതൽ ഇവിടെ സുധീഷ് വരെയുള്ള ആളുകൾ, ധാരാളം ആളുകൾ ഇതിനകത്തുണ്ട്. അവരുടെ ഒരു മണ്ഡന ത്തിൻ്റെതായിട്ടുള്ള ഒരു ആശാൻ കവിതയെ വളരെ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന വളരെ അതിൻ്റെ നല്ല വശങ്ങളെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ ധാരാളമുണ്ട്. അതിൽ CS സുബ്രഹ്മണ്യൻ പോറ്റി മാത്രമല്ല, കേരളവർമ്മ വലിയോത്തുമ്പുരാനും AR-ഉം കുറ്റിപ്പുഴയും ജോസഫ് മുണ്ടശ്ശേരിയും തായാട്ട് ശങ്കരനും MN വിജയനും അതേപോലെ തന്നെ M ലീലാവതിയും അഴീക്കോടും നിത്യചൈതന്യതയും PK ബാലകൃഷ്ണനും P പവിത്രനും നമ്മുടെ ഉണ്ടായിരുന്ന കുര്യാസ് കുമളക്കുഴി സാറ് വരെയുള്ള ആൾക്കാർ ഏർപ്പെടുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് ആശാൻ കവിതയ്ക്ക് വലിയ വിമർശകരുടെ അല്ലെങ്കിൽ ഖണ്ഡന വിമർശകരുടേതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു വയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതെന്താണ് എന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഖണ്ഡനത്തിൽ പ്രധാനപ്പെട്ട നിരൂപകന്മാർ എന്ന് പറയുന്നത് സാഹിത്യ പഞ്ചാനൻ AK നാരായണപിള്ളയും വള്ളത്തോളും കുട്ടികൃഷ്ണമാരും K ഭാസ്കരൻ നായരും പ്രദീപൻ പാമ്പരിക്കുന്നും KK ബാബുരാജും T ശ്രീവത്സൻ അടക്കമുള്ള ആളുകൾ അതിനകത്ത് പെടുന്നു. ഇത്തരം ഒരു പാരമ്പര്യം ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നതോടൊപ്പം തന്നെ അത് ഇവിടെ വിശദീകരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യമുള്ള സമയക്കുറവ് മൂലം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കവി എന്നുള്ളതിനൊപ്പം തന്നെ കുമാരനാശാൻ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ കവിതയെ കവിഞ്ഞു നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു വ്യവഹാരമായി തീർന്ന വ്യക്തിത്വമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കവിത എഴുതുക മാത്രമല്ല, ആ കവിത ഭിന്ന രൂപങ്ങളിലേക്ക് പരിവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥാപ്രസംഗമായിട്ട് അദ്ദേഹത്തിന്റെ കരുണ തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങൾ സ്വാമി ബ്രഹ്മവൃതനെ പോലുള്ള ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കഥാപ്രസംഗമായി ഒരു കാലഘട്ടത്തിൽ കേരളീയ ഗാർഹികാന്തരീക്ഷത്തിൽ ചൊല്ലിക്കേട്ടിരുന്ന ഒന്നാണ് ആശാന്റെ കവിതകൾ. അതോടൊപ്പം തന്നെ ഇവിടെ കഥാപ്രസംഗമായിട്ടും അതോടൊപ്പം തന്നെ കരുണ തന്നെ സിനിമയായിട്ടുണ്ട്. മാത്രമല്ല അതിനകത്ത് 1966 സിനിമയായ കരുണയിൽ ഉപഗുപ്തനായിട്ട് അഭിനയിച്ചത് KP ഉമ്മർ എന്ന് പറയുന്ന നെഗറ്റീവ് റോളുകൾ ആ കാലഘട്ടത്തിലും പിന്നീടും ഒക്കെ ചെയ്തിട്ടുള്ള നടനാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ചുമർ ചിത്രമായിട്ട് ചണ്ടാല ഭിക്ഷുകി, കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ചുമർ ചിത്രമായിട്ട് ചണ്ടാല ഭിക്ഷുകി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല രൂപങ്ങൾക്ക് സിനിമ, അതേപോലെ തന്നെ ചുമർ ചിത്രം, കഥാപ്രസംഗം, ഇനി ആശാന്റെ കവിതകളെ മുൻനിർത്തിക്കൊണ്ട് ശില്പ കലകൾ അതും ഉണ്ടായിട്ടുണ്ട്. ആശാന്റെ കരുണ മാത്രമല്ല, വീണപൂവേ വീണപൂവേ എന്ന് പറയുന്ന പാട്ടും, അങ്ങനെ ആശാന്റെ സാഹിത്യകൃതികളെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, വീണപൂവേ വീണപൂവേ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ നമുക്ക് ഓർക്കാവുന്നതാണ്. ഇങ്ങനെ ബഹുമുഖമായ രീതിയിലേക്ക് നമ്മുടെ സംസ്കാരത്തിൽ സന്നിവേശിക്കപ്പെട്ട ഒരു കവിയാണ് കുമാരനാശാൻ. ധാരാളം ഒരു സാംസ്കാരിക സ്വാധീനത അദ്ദേഹത്തിനുണ്ട്. അതിന്റെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ 1907 വീണപൂവ് ഭാഷാഭൂഷണിൽ വന്ന് തൊട്ടടുത്ത മാസം തന്നെ അത് നമ്മുടെ പാഠാവലിയിൽ കേരളവർമ്മ വലിയോത്തുമ്പുരാൻ എടുത്തു ചേർക്കുകയുണ്ടായി. മാത്രവുമല്ല തൊട്ടടുത്ത് തന്നെ അവിടെ തിരുവിതാംകൂറിലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്ക് അന്നത്തെ പാഠപുസ്തകങ്ങൾ കുറവായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പെട്ടെന്ന് സിംഹപ്രസവം എന്ന് പറയുന്ന കവിത എഴുതിക്കുകയും അതും പാഠപുസ്തകമായിട്ട് മാറുകയും ചെയ്തു. കേരളത്തിലെ മിക്കവാറും എല്ലാ സർവകലാശാലകളിലും അദ്ദേഹത്തിന്റെ കൃതികൾ പാഠപുസ്തകങ്ങളാണ്. ആ പാഠപുസ്തകങ്ങളിലാവുന്നതോടുകൂടി ലഭിക്കുന്ന അക്കാദമിക അംഗീകാരവും അദ്ദേഹത്തിനുണ്ട്. ആ അക്കാദമിക അംഗീകാരം നിലനിൽക്കുന്നു. അത് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം വീണപൂവ്, അതേപോലെ തന്നെ നളിനി, ലീല, ചണ്ടാല ഭിക്ഷുകി, അതേപോലെ തന്നെ കരുണ, ഇത്തരം പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കുകളായിട്ട് വരുന്നത്. ദുരവസ്ഥയോ ചണ്ടാല ഭിക്ഷുകി വളരെ കുറവാണ്. ചിന്താവിഷ്ടയ സീതാവിന്റെയും പാഠപുസ്തകങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ ദുരവസ്ഥ പാഠപുസ്തകമായിട്ട് വരാറില്ല. അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്കറിയാം. അതിനകത്ത് ഉള്ള പ്രമേയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആണ് അത് പാഠപുസ്തകമായിട്ട് വരാതിരിക്കുന്നത്. ആശാൻ തന്നെയും വളരെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വേൽസ് രാജകുമാരന് പട്ടുമുളയും സ്വീകരിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ളവർക്കും പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ തോന്നക്കിൽ ആശാൻ സ്മാരകവും കായിക്കരയിലെ ആശാന്റെ സ്മരണ ഉണർത്തുന്ന കെട്ടിടങ്ങളും ധാരാളം പുരസ്കാരങ്ങളും ആശാൻ സ്മാരക വേൾഡ് പ്രൈസ് പോലുള്ള പുരസ്കാരങ്ങളൊക്കെ നൽകുന്ന ഒരു അന്തരീക്ഷവും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ
ഉള്ള ഒരു കവിയെ വീണ്ടും സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ പരിപാടി നടത്തുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷെ അതല്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പുതിയ ഓരോ സിദ്ധാന്തങ്ങളും വരുന്ന സമയത്ത് അത് കവിതയിൽ നമുക്ക് അതിൻ്റെ പ്രയോഗക്ഷമത എത്രമാത്രമാണ് എന്നുള്ള കാര്യം അത് ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ള പല സിദ്ധാന്തങ്ങളും ആശാൻ കവിതയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും. അത് എന്നെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. പിന്നെ മാത്രമല്ല, ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത എന്ന് പറയുന്നത് അത് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ കുറിച്ച് ആ കവിത നമ്മോട് സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കവിത വായിക്കുന്നതിൽ നമ്മളെ ആ കവിത വായിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളൊരു കാര്യവും പ്രധാനമാണ്. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ കുറിച്ച്, ജീവിതത്തിന്റെ സങ്കീർണതകളെ കുറിച്ച്, അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമുദായിക ജീവിതത്തിന് വേണ്ടി ആ കവിത നമ്മോട് എന്തെങ്കിലും സമ്മതിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഒരു കവിയെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഈ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആശാന്റെ കവിതയെ പല രീതിയിൽ ഇതിനു മുമ്പേ തന്നെ ആശാന്റെ കവിതയെ കുറിച്ച് എനിക്ക് തോന്നുന്നു 300 മുതൽ 500 വരെ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും ആ കവിതകൾ പഠിക്കപ്പെടും. അതായത് അതിന്റെ രൂപത്തെ മുൻനിർത്തിക്കൊണ്ട്, ദർശനത്തെ മുൻനിർത്തിക്കൊണ്ട്, അതിന്റെ ഘടനയെ മുൻനിർത്തിക്കൊണ്ട്, മനഃശാസ്ത്രപരമായി ഒക്കെ ആ കവിതകൾ പഠിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്ന ഒരു കാര്യം നിർത്തിക്കൊണ്ട് ആ നിയമത്തിന്റെ വിവിധ വശങ്ങൾ ആശാൻ കവിത എപ്രകാരമാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള കാര്യവും അതിനകത്തേക്ക് മറ്റു ചില സിദ്ധാന്തങ്ങളെ ഉൾച്ചേർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാനിവിടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം, ഈ നിയമം എന്ന് പറയുന്ന ഒരു സംഭവം, നീതി എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. അത് കാലങ്ങളിലൂടെ മാറി വരുന്ന ഒരു സംഭവമാണ് നിയമം, നീതി എന്നൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങൾ. എന്താണ് ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, വ്യവസായിക സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം എന്നിവയ്ക്ക് മേൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു നിയന്ത്രണമാണ് യഥാർത്ഥത്തിൽ നിയമം എന്ന് പറയുന്നത്. നിയമം ഒരേ സമയം നിയന്ത്രണമാണ്, അത് ചിലപ്പോൾ ഗുണമാണ്, ചിലപ്പോൾ അത് നരകവുമാണ്. അതാണ് നിയമത്തിന്റെ പ്രത്യേകത. പക്ഷെ നിയമം ഇല്ലാതിരിക്കുന്നതും നിയമരാഹിത്യം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള ഒരു സംഭവം കൂടിയാണ്. കാരണം നിയമം എന്ന് പറയുന്നത്, മെച്ചപ്പെട്ട നിയമങ്ങൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ പരിപാലനത്തിന് വേണ്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേസമയം അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം നിയമം പലപ്പോഴും നീതി വ്യവസ്ഥകളെ ആധാരമാക്കിക്കൊണ്ട് രൂപപ്പെടുന്നവയാണ്. നമുക്കറിയാം, ശാങ്കര സ്മൃതി എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു കേരളത്തിൽ വളരെ കാലം നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായി നിന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അതേപോലെ തന്നെ സ്മൃതികളുമാണ് ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ നിയമ രൂപീകരണത്തിന് അടിസ്ഥാനമായി നിന്നിരുന്ന കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്ന് ഭിന്നമായിട്ട് പുതിയ നിയമങ്ങൾ വരുന്നു, പുതിയ നീതിബോധം ഉണ്ടാകുന്നു. അപ്പൊ ഇത് ആശാൻ കവിതയിൽ എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന, ഇപ്പൊ നമുക്കറിയാം, നിയമം ഉണ്ടാകുമ്പോൾ തന്നെ നിയമലംഘനങ്ങളും ഉണ്ടാകും. നിയമം ഉണ്ടാകുമ്പോൾ നിയമലംഘനങ്ങൾ ഉണ്ടാകും. ശിക്ഷ എന്ന് പറയുന്ന മറ്റൊരു കാര്യം അവിടെ ഉണ്ട്, പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒന്ന് അവിടെ ഉണ്ട്. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള ആളുകളുടെ ശ്രമങ്ങൾ നടക്കും. അതെല്ലാം നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാവാം. അപ്പോൾ തന്നെ സമീപ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഈ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം നിയമം, അത് വലിയ ഒരു പ്രൊപഗാൻഡയുടെയും ഒക്കെ ഭാഗമായിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് പലപ്പോഴും ചിലപ്പോൾ ദോഷകരമായിട്ട് ഉള്ള നിയമങ്ങളാകും. പക്ഷെ നിയമങ്ങൾ ഉണ്ട്, ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ട്, പുതിയ നിയമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിനടിസ്ഥാനമായിട്ട് നീതി സംഹിതകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആശാൻ കവിത എടുത്ത് നാം നോക്കുന്ന സമയത്ത് ഒരു കവി എന്നുള്ള നിലയ്ക്ക് കുമാരനാശാന്റെ നിയമത്തോടുള്ള കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ കവിതയിൽ കടന്നു വരുന്ന കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശാൻ
കവിതയിൽ നിയമങ്ങളെ പിന്തുടർന്ന ഒരാളാണ്. അത് എന്തൊക്കെ നിയമങ്ങൾ, അതേസമയം തന്നെ നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമത്തെ പിന്തുടരുന്നു എന്നുള്ളത് നമുക്ക് പല മേഖലയിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ കവിതയിലെ നിയമത്തിന്റെ പിന്തുടർച്ച. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അദ്ദേഹം വളരെ പഴയ രീതിയിലുള്ള അലങ്കാരങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാവ്യഭാഷ പലപ്പോഴും നിയോ ക്ലാസിക് സ്വഭാവമുള്ള കാവ്യഭാഷ തന്നെയാണ്. അപ്പൊ അത് സമസ്തപദ ബഹുലമായിട്ടുള്ള കാവ്യഭാഷ അദ്ദേഹത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം സൂര്യനെയും താമരയും അതുപോലുള്ള ഇവിടെ പണ്ട് മുതൽക്ക് നിലവിലുള്ള പല പ്രതീകങ്ങളെയും എടുത്ത് ഉപയോഗിക്കുന്നു. ഇത് ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം നിയമത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഹന്ത ബദ അഹഹ മുതലായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചു. ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്ന വലിയ ഒരു സംഭവം ഒഴിവാക്കാതെയാണ് അദ്ദേഹം നളിനി പോലും പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ദ്വിതീയാക്ഷരപ്രാസം ഇവിടെ എക്സിസ്റ്റിംഗ് നിലവിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതേസമയം തന്നെ അദ്ദേഹം നിയമത്തെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമത്തെ പ്രശ്നവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് തൻ്റെ കവിതകളിൽ. പലപ്പോഴും അവിടെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന നിയമവ്യവസ്ഥയെ, നിയമത്തെ പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രവുമല്ല, അന്ന് വരെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമ ചിന്തയെ അദ്ദേഹം മറികടന്നുകൊണ്ട് നളിനി, ലീല എന്നീ ഖണ്ഡകാവ്യങ്ങളിൽ പ്രത്യേകിച്ചും വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവത്തെ അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അത് മനസ്സിന്റെ വഴിക്ക് പോകുന്ന അതല്ലെങ്കിൽ കാമനകൾക്കനുസരിച്ച് നിയമത്തെ വെല്ലുവിളിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനായിട്ട് നളിനിയിലും ലീലയിലും അദ്ദേഹം ശ്രമിക്കും. മറ്റ് കവിതകളിലുണ്ട്. പ്രധാനമായിട്ട് ഈ രണ്ട് കാവ്യങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ വാദങ്ങൾ ആവർത്തിക്കാനോ അവയുടെ ജയപരാജയങ്ങൾ വിലയിരുത്താനോ അവയുടെ പുതിയ നിലനിൽപ്പ് ചർച്ച ചെയ്യാനോ അല്ല ഈ വിഷയം ഇവിടെ നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആശാന്റെ കവിതയുടെ ഒരു ടാഗ് ലൈനായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ നിയമത്തെക്കുറിച്ചുള്ളൊരു വാക്യം. പലപ്പോഴും ഈ ദുരവസ്ഥ എന്ന് പറയുന്ന കവിതയുടെ അവസാനം ഉള്ള മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് പറയുന്ന രണ്ടു വരികളാണ് ആശാൻ കവിത അല്ലെങ്കിൽ കുമാരനാശാൻ എന്ന് പറയുന്ന വ്യക്തി ഈ നിലവിലുള്ള നിയമങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചട്ടങ്ങൾ മാറിയില്ലെങ്കിൽ പുതിയ ചട്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ നാം പ്രകൃതത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ഇതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം ഈ വരി വരുന്ന ആ ഭാഗം രണ്ടു വരി മാത്രം എടുത്തുകൊണ്ട് പരിശോധിക്കും. ഞാൻ പറഞ്ഞത് നിയമത്തെ പിന്തുടരുന്നു പറയുന്ന ഒരു തെറ്റല്ല. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, അയ്യങ്കാളി വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹം രാജാവിന്റെ ഒരു ചിത്രം തലയിൽ വെച്ചുകൊണ്ടാണ് പോയത്. അപ്പൊ ഇത് രാജഭരണത്തെ അയ്യങ്കാളി എടുത്ത് തലയിൽ വെച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ അതേസമയം തന്നെ തൻ്റെ പ്രവർത്തനം നടന്നു കിട്ടുന്നതിന് വേണ്ടി ഈ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് സാധ്യതമാകുന്ന ഒരു കാര്യമാണ് രാജാവിന്റെ പ്രതിമയല്ല, രാജാവിന്റെ ഒരു ചിത്രം തലയിൽ വെച്ചുകൊണ്ട്. കാരണം അദ്ദേഹത്തെ ആരെങ്കിലും വർദ്ധിച്ചു കഴിഞ്ഞാൽ രാജാവിന്റെ ചിത്രം ഉടയും അല്ലെങ്കിൽ നിലത്ത് വീഴും. അപ്പോൾ അത് വലിയ രാജകോപത്തിന് ഇടയാകും. അതുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തെ തടയാൻ നിന്ന സവർണരായിട്ടുള്ള ആരും തന്നെ അദ്ദേഹത്തെ തടഞ്ഞില്ല. കാരണം ഇത് അദ്ദേഹം തന്നെ നിലത്തിട്ടാലും പ്രശ്നമാണ്. കാരണം ഇത് വീഴാൻ പാടില്ല. പക്ഷെ അതിന്റെ അർത്ഥം അദ്ദേഹം രാജഭരണത്തെയും രാജാവിനെയും വല്ലാതെ ആശ്രയിച്ചു. തന്റെ കാര്യം നടക്കാൻ വേണ്ടി അവിടുത്തെ പ്രജാസഭയിൽ അദ്ദേഹം അംഗമായിട്ടുണ്ടാകും. അദ്ദേഹം തന്റെ വാദങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനെ പിന്തുടർന്നു, അതിനെ അന്ധമായി അതിന്റെ ഒരു ആരാധകനായിരുന്നു എന്നുള്ള അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആശാന്റെ കാര്യത്തിൽ നാം പറയുമ്പോൾ നിയമത്തെ അദ്ദേഹം പിന്തുടർന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം യാഥാസ്ഥികനാണ് എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റുകയില്ല. ഞാനിവിടെ പറഞ്ഞ കാര്യം അവിടെ ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശസ്തമായിട്ടുള്ള വരികൾ
ഞാൻ എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് പലപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അനുരഞ്ജനത്തിൻ്റെതായിട്ടുള്ള ശ്രമങ്ങൾ കവിതയിൽ ഉണ്ട്. അത് നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് പലപ്പോഴും ഈ പ്രഭാഷണത്തിന്റെ തന്നെ സാരം എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ നിലനിന്നിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കും ജാതിയിലും അധിഷ്ഠിതമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് ബദലായിട്ട് സ്നേഹ സമുദായം എന്ന് പറയുന്ന ഒരു അഫിനിറ്റീവ് കമ്മ്യൂണിറ്റി, സ്നേഹ സമുദായം എന്ന് പറയുന്ന ഒരു സാധനത്തെ പകരം വെക്കാൻ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആശാൻ പൂർണ്ണമായിട്ടും പാദസ്ഥിതിയുടെ കവിയാണോ? അപ്പൊ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. അദ്ദേഹം ആർക്കു വേണ്ടി എഴുതി? അദ്ദേഹം കുഞ്ചൻ നമ്പ്യാരെ പൂർണ്ണമായിട്ടും സമൂഹത്തിലെ പല ജീർണതകളെയും വെല്ലുവിളിച്ചപ്പോൾ അദ്ദേഹം കീഴാളപക്ഷത്ത് നിൽക്കുന്ന കവിയാണോ? അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കവിതയെ കുറിച്ച് പറയാൻ പറ്റില്ലെന്ന് തന്നെയുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതേപോലെ തന്നെയാണ് കുമാരനാശാനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. കാരണം ചില കവിതകൾ അത് കാണാൻ പറ്റും, ചില കവിതകൾ നമുക്ക് കാണാൻ പറ്റുകയില്ല. അത്തരം വളരെ ഗംഭീരമായിട്ടൊരു വാദം വേണുഗോപാല പണിക്കർ, ടി.വി. വേണുഗോപാല പണിക്കർ സിംഹപ്രസവം എന്ന് പറയുന്ന കവിതയും മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ പറയൻ എന്ന് പറയുന്ന ആള് ഊരിരുൾ പറ്റ ഒരു ഒന്നാണെന്നുള്ള രീതിയിലുള്ള ഇമേജുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കവിത പ്രകാരമാണ് കീഴാള വിരുദ്ധമായി തീരുന്നത്. താൻ ഉദ്ദേശിച്ച ചിതറിപ്പോയ സിംഹനാദം എന്നാണ് ആ ലേഖനത്തിന്റെ പേര് തന്നെ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇദ്ദേഹം ആ സമയത്തിൽ വിജയിച്ചോ എന്ന് വെച്ചാൽ ചില ഇടങ്ങളിൽ വിജയിക്കുന്നു, ചിലയിടങ്ങളിൽ ആ വിജയം ഉണ്ടാകുന്നില്ല. അപ്പൊ സിംഹനാദത്തെ കുറിച്ചുള്ള ടി.വി. വേണുഗോപാല പണിക്കരുടെ ലേഖനം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എപ്രകാരമാണ് താൻ ഉപയോഗിച്ച ഒരു 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 പ്രയോഗം അതിന് വിരുദ്ധമായിട്ട് വരുന്നെന്നുള്ള കാര്യം. അപ്പോൾ ഊരിൽ പറ്റ കാര്യം മാറ്റും ചട്ടങ്ങൾ എന്ന് പറയുന്ന സാധനം പ്ലേസ് ചെയ്തിട്ടുള്ള സാധനം എവിടെയാണെന്ന് വെച്ചാൽ ഈ അനുരഞ്ജനത്തിന്റെ ഘടകങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ പൂജ്യരാം വൈദികന്മാരെ എനിക്ക് ഇത് പറയാൻ യോഗ്യതയില്ലെങ്കിലും ഞാനിത് പറയുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഈ കവിതയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. കാരണം കാലം വൈകി, പഴയ കാലമല്ല. അതേപോലെ തന്നെ നൂലുകൾ പഴകി. നൂലെന്ന് പറയുന്ന വേദമായാലും ഈ നമ്മുടെ സാമൂഹ്യ ഘടന എന്ന് പറയുന്ന അർത്ഥത്തിൽ അത് പഴകിപ്പോയി. ഇനി കെട്ടി നിർത്താൻ പറ്റാത്ത ദുർബലമായിട്ടുള്ള ചരടിൽ ജനത ഇനി നിലനിൽക്കുകയില്ല. അവസാനം വരെ പറഞ്ഞുകൊണ്ട് ഈ പാവം പറഞ്ഞത് ഈ പാഴുപാട്ടാം എളിയ വിജ്ഞാപനം മുൻപാട് വെച്ച് ഉണങ്ങുന്നതിന് എന്നുള്ള പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്കകത്താണ് ഞാനിത് പറയുന്നു. ഇനി പറയാൻ പാടില്ലാത്തതാണ് എന്നും പറയുന്നുള്ള രീതിയിൽ വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രഖ്യാപനത്തിന്റെ ഉള്ളിൽ നിന്നാണ് നാം എന്തിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം മാറ്റും, അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം വരുന്നത്. അതുപോലെ തന്നെ നിയമത്തെ വെല്ലുവിളിക്കാൻ പല സ്ഥലങ്ങളിൽ അദ്ദേഹം ശ്രമിക്കുന്നു. ഉദാഹരണമായിട്ട് വളരെ മുമ്പേ തന്നെ അദ്ദേഹം ശങ്കരാചാര്യരെ സൗന്ദര്യ ലഹരി വിവർത്തനം ചെയ്തപ്പോൾ അത് പദാനുപദമായിട്ടുള്ള വിവർത്തനമല്ല ഈ സൗന്ദര്യ ലഹരി. സൗന്ദര്യ ലഹരി 100 ശ്ലോകങ്ങളുള്ള പൂർവ ഉത്തരഭാഗങ്ങളുള്ള ശങ്കരാചാര്യരുടെ കൃതിയാണ്. ഇതിലെ ഉത്തരഭാഗത്തിലെ ആദ്യത്തെ ശ്ലോകം ആശാൻ സ്വന്തമായിട്ട് എഴുതി ചേർത്തതാണ്. ഈ ഉത്തരഭാഗത്തിലെ ആദ്യ ശ്ലോകം ആശാന്റെ സ്വന്തമായിട്ട് എഴുതി ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാതി നിയമങ്ങൾ സൃഷ്ടിക്കുന്ന പതിത്വം അല്ലെങ്കിൽ പതനീയാവസ്ഥ, ജാതി നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലല്ലോ അദ്ദേഹം, അവിടെയും തർക്കങ്ങൾ വരാവുന്ന ഒരു സംഭവം. അദ്ദേഹം ഈ വേദ കാലഘട്ടത്തിലെ ഹൈന്ദവ ചിന്തയിലേക്കാണോ കവിതയെ നയിക്കുന്നത്? ബുദ്ധമതത്തെ പോലും തന്ത്രപരമായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് വാദിക്കുന്ന ആളുകളുണ്ട്. ഒരു 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 സ്ട്രാറ്റജിക് ടൂൾ എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഈ ജാതി നിയമങ്ങൾ സൃഷ്ടിക്കുന്ന പതിത്വം അദ്ദേഹത്തിന്റെ കവിതയിൽ വരുന്നത്. ഇപ്പോൾ ദുരവസ്ഥ, ചണ്ടാല വിഷുകി തുടങ്ങിയിട്ടുള്ള കവിതകളിൽ അത് വിഷയമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾക്കെതിരായിട്ട്, ജാതി നിയമങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകണം എന്നുള്ള ചിന്ത അദ്ദേഹം പുലർത്തുന്നുണ്ട്. തകരേണ്ട നിയമങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വരിയിപ്പിക്കാനുള്ള മീറ്റർ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എന്താ പറയുക, ഒരു അർത്ഥവുമില്ലാത്ത ശബ്ദങ്ങളും ചില വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൃത്തം നിലനിൽക്കണം. അതിപ്പോ
ദ്രാവിഡ വൃത്തങ്ങളായാലും മറ്റേ സംസ്കൃത വൃത്തങ്ങളായാലും അത് തേക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തേക്കണം എന്നുള്ള ആ നിയമം നിലനിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. ഈ രണ്ട് മറ്റൊരു സംഭവം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ചണ്ടാല ഭിക്ഷുകി 100 വർഷം ഡിസംബറിൽ തികയാൻ പോകുന്ന ഒരു കാവ്യമാണ് ചണ്ടാല ഭിക്ഷുകി. ഈ ചണ്ടാല ഭിക്ഷുകിയിൽ യഥാർത്ഥത്തിൽ ബോർഡർ ക്രോസിങ്ങിന്റെ അല്ലെങ്കിൽ ഈ അതിരുകൾ മാറ്റി വരയ്ക്കുന്നതിന്റെ ഒരു കവിതയാണ് യഥാർത്ഥത്തിൽ ചണ്ടാല ഭിക്ഷുകി. ഇതിലും ഈ നിയമത്തിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ ചണ്ടാല ഭിക്ഷുകിയിൽ നിയമം മാറുന്നത്? അതായത് ഈ വെള്ളം ചോദിക്കുന്ന ആ മാതങ്കി എന്ന് പറയുന്ന സ്ത്രീയോട് അല്ലെങ്കിൽ ആ ചണ്ടാല യുവതിയോട് വെള്ളം ചോദിക്കുന്ന ആനന്ദൻ എന്ന് പറയുന്ന ഭിക്ഷു യഥാർത്ഥത്തിൽ ജാതി നിയമങ്ങൾക്കപ്പുറത്തേക്കുള്ള ഒരു കടക്കൽ ക്രോസിംഗ് ആണ് നടത്തുന്നത്. ആ നിയമത്തിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു പുതിയ സാധ്യത, അതിൽ പുതിയ മുന്നണി രൂപപ്പെടുന്നതിന്റെ സാധ്യത വരുന്നത്. ഈ ജാതി നിയമത്തിന് ഞാൻ ജാതിയല്ല ചോദിക്കുന്നത് വെള്ളമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് ഈ മറ്റൊരു ബ്രാഹ്മണ ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടേതായിട്ടുള്ള ഒരു നിയമസംഹിതയ്ക്ക് പകരം ബുദ്ധന്റെ പുതിയ നിയമസംഹിത പകരം വെക്കാൻ ശ്രമിക്കുകയാണ് ആനന്ദൻ ആ കവിതയിൽ ചെയ്യുന്നത്. അതാണ് ആനന്ദൻ ഞാൻ വെള്ളമാണ് ചോദിക്കുന്നത്, ജാതിയല്ല, വെള്ളം കൊടുക്കുന്നത്. തുടർന്ന് ഈ ഭിക്ഷുകി ആനന്ദനെ അന്വേഷിച്ചു പോകുന്ന ചണ്ടാലിക്ക് ഒരു കർത്തൃത്വം ആശാൻ നൽകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം മാതങ്കി എന്നുള്ള പേര് മാതംഗ ജാതിയിലെ യുവതി എന്നേ അർത്ഥമാകുന്നുള്ളൂ, അല്ലാതെ അവൾക്കൊരു പേര് നൽകിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ മാതങ്കി ഈ ബുദ്ധഭിക്ഷുവിനെ അന്വേഷിച്ച് പോവുകയും അവിടെ ചെന്നിട്ട് അവൾ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ നിയമങ്ങളുടെ വലിയ ഒരു സന്നാഹം നമുക്ക് കാണാൻ പറ്റും. കാരണം ബുദ്ധവിഹാരത്തിൽ ഭിക്ഷുണി മന്ദിരത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരുമായിട്ടുള്ള ആളുകളൊപ്പം കഴിയുമ്പോൾ വിഹാരത്തിന്റെ നിയമങ്ങൾക്ക് എല്ലാം കൃത്യമായി പാലിക്കുന്നതിലൂടെയാണ് അവൾ എന്ത് ചെയ്യുന്നത്, അവളെ സ്വീകരിക്കപ്പെടുന്നത്. ഏറ്റവും ഖ്യാതി അവൾക്ക് ക്ഷത്രിയ വനിതകളാലും വൈശ്യവനിതകളാലും ഒക്കെ ലഭിക്കുന്നത് ഈ 8 അഷ്ട നിയമങ്ങൾ, ബുദ്ധന്റെ അഷ്ട നിയമങ്ങൾ അവർ പാലിക്കുന്നതിലൂടെയാണ്. അതെല്ലാം പാലിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഒരു പേര് അവൾക്ക് അവിടെ ലഭിക്കുന്നു. തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം, ഭിക്ഷുണി മന്ദിരത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്നു, വിഹാരത്തിലെ നിയമങ്ങൾ അനുസരിക്കുന്ന അവൾക്ക് ഖ്യാതി ലഭിക്കുന്നു. അവൾ നല്ലവളാണെന്നുള്ള ഖ്യാതി ലഭിക്കുന്നു. കുറഞ്ഞ ബ്രാഹ്മണർ മാത്രമാണ് ഇവർക്കെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കുകയും തുടർന്ന് അത് ആ പ്രക്ഷോഭം നമ്മുടെ ക്ഷത്രിയരിലേക്കും വർത്തകരിലേക്കും ചെട്ടിയാന്മാരിലേക്കും ഒക്കെ എത്തുകയും അതൊരു വലിയ കലാപമായിട്ട് പുറപ്പെടുന്ന സമയത്ത് രാജാവ് അങ്ങോട്ട് വരികയും പ്രസേനജിത്തിനോട് ബുദ്ധൻ പറയുന്ന ഒരു കാര്യം, ഈ സന്യാസി മഠത്തിൽ ചണ്ടാലി കയറി അതോടുകൂടിയിട്ട് എന്ത് നശിച്ചു പോയി എന്ന് പറയുന്നത്. അതായത് നാട്ടു നടപ്പുകൾ കൂസാതായി. നാട്ടു നടപ്പ് എന്ന് പറയുന്ന നിയമത്തിന്റെ മറ്റൊരു വേർഷനാണ് നാട്ടു നടപ്പ്. അത് അതിനകത്ത് നീതി നിയമം എന്നിവ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നാട്ടു നടപ്പുകൾ കൂസാതായി, വേദ പഠനമില്ല, ജാതിയും പോയി. ഈ വേദ പഠനമില്ലാതായി ജാതിയും പോയി എന്നുള്ളൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ഈ ഇവിടെ വീണ്ടും പ്രസേനജിത്തിനെ അറിയിച്ചുകൊണ്ട് അവിടെ വലിയ ഒരു മർമറിങ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു വലിയ ഒച്ചപ്പാടുണ്ടാവുകയും അത് രാജാവിന്റെ അടുത്തെത്തുകയും രാജാവ് ഈ ബുദ്ധനെ അന്വേഷിച്ച് വരികയും ചെയ്യുന്നു. തുടർന്ന് സംഭവിക്കുന്ന ഒരു കാര്യം, ജാതി നിയമത്തിനെതിരായിട്ടുള്ള ബുദ്ധന്റെ വലിയ ഒരു പ്രഭാഷണമാണ് നാം അവിടെ കേൾക്കാൻ പറ്റുന്നത്. ഈ ചണ്ടാല ഭിക്ഷുകിയില് ആശാൻ തന്നെയും തന്റെ കവിതയെ ഇത്രമാത്രം പ്രചരണപരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചണ്ടാല ഭിക്ഷുകിയിലും ദുരവസ്ഥ പിന്നെ ഒരു മറ്റൊരു നിയമത്തിന്റെ മറ്റൊരു മുഖം വെളിവാക്കുന്ന ഒരു കവിതയാണ്. ഈ ചണ്ടാല ഭിക്ഷുകിൽ പ്രചരണപരമായിട്ട് ബുദ്ധൻ വളരെ വാചാലനായിട്ട് സംസാരിക്കുന്ന ഒരു ബുദ്ധനെ നമുക്ക് കാണാൻ പറ്റും. മാത്രവുമല്ല അത് ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ട് പോലും ഇവിടെ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും സാധു പുല്ലല്ല പുലയൻ എന്നുള്ള ഒരു പ്രയോഗവും അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രഭാഷണം ഈ വർണ്ണജാതി നിയമങ്ങൾക്കെതിരായിട്ട് ഒരു സ്നേഹത്തിന്റെ നിയമം മുന്നോട്ട് വെക്കുവാനായിട്ടാണ് ആശാൻ അവസാനം ശ്രമിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ ഒരു തത്വസംഹിതയുടെ ധർമ്മനീതിയുടെ അടിത്തറയിലുള്ള ഒരു ഒരു ലോകം 10 ശതാബ്ദങ്ങൾ കൂടി, അതായത് 1000 വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഈ നിയമം എന്ന് പറയുന്ന ഒന്ന് അത് അതിർത്തികളുടെ ലംഘനമായിട്ടും പുതിയ മുന്നണി രൂപപ്പെടേണ്ട ഒരു ഒരു ചിന്തയായിട്ടും ചണ്ടാലഭിക്ഷയിൽ വികസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചണ്ടാലഭിക്ഷകി വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കവിതയാണ് എന്ന് തോന്നുന്നു. കാരണം ഇന്ന് നാം പലതരത്തിലുള്ള പുതിയ മുന്നണികൾ രൂപപ്പെടുത്തിക്കൊണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വലിപ്പച്ചെറുപ്പം നോക്കിക്കൊണ്ട് രാജ്യത്തെ കരാളമായിട്ടുള്ള നിയമങ്ങൾ വിഴുങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. ഐക്യപ്പെടാൻ അവർക്ക് താല്പര്യമില്ല. കാരണം ഐക്യമുണ്ടായാൽ തങ്ങളുടെ സ്വാധീന ശക്തി കുറഞ്ഞു പോകുമോ, തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ ആദർശങ്ങൾ എന്ന് പറയുന്ന സങ്കുചിതമായ പലതും നശിച്ചു പോകുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നു വരേണ്ട രാഷ്ട്രീയം ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. അപ്പൊ അങ്ങനെ സമയത്ത് ആനന്ദൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മാർഗം അത് പലപ്പോഴും ദൈവം ഒരു രാഷ്ട്രമീമാംസകനായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ബുദ്ധന്റെ കാലത്ത് ബുദ്ധൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മധ്യമാർഗമാണ് ബുദ്ധൻ എക്കാലത്തും പറഞ്ഞത്. അങ്ങനെ മധ്യമാർഗം പറഞ്ഞ ആ ബുദ്ധന്റെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഏകാധിപത്യത്തെക്കാൾ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊണ്ട ബുദ്ധന്റെ നീതി, ആ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ ആണോ പുതിയ കാലത്ത് കരണീയമായിട്ടുള്ളത്, അതോ നാം വർണ്ണാശ്രമ ധർമ്മങ്ങളിലേക്ക്, ജാതി ധർമ്മങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വ്യവസ്ഥ, ഒരു നിയമ സംഹിതയാണോ നമുക്ക് ഇന്ത്യക്ക് വേണ്ടത് എന്ന് ചിന്തിക്കാൻ ഈ കവിത ഇക്കാലത്തും പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് അതിന്റെ പരിമിതികളോടുകൂടി, മാതങ്കിക്ക് കർത്തൃത്വം നൽകാത്ത അതിന്റെ പരിമിതികളോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാവ്യം, ഈ നിയമം കടന്നു വരുന്ന മറ്റൊരു കാവ്യം കരുണയാണ്. കരുണ എന്ന് പറയുന്ന കാവ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പല നിയമങ്ങളുടെയും ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വരികൾ എന്ന് പറയുന്നത് വാസവദത്ത കരചരണങ്ങളിൽ അറ്റുകിടക്കുന്ന സമയത്തുള്ള ഒരു പ്രയോഗമാണ്. അത് ഇങ്ങനെയാണ്: നാമവും രൂപവും മറ്റ നിർദ്ധയമാം നിയമമേ ഭീമമയ്യോ നിന്റെ ദണ്ഡന പരിപാടികൾ. അപ്പോൾ നാമവും രൂപവും മറ്റ നിർദ്ധയമാം നിയമമേ ഭീമമയ്യോ നിന്റെ ദണ്ഡന പരിപാടികൾ. അപ്പൊ നിയമം ഒരു ദണ്ഡന പരിപാടിയായിട്ട് വരുന്ന സമയത്ത് അത് ഒരു മനുഷ്യനെ, ഒരു വാസവദത്ത എന്ന് പറയുന്ന ഗണികയെ ഏത് രീതിയിലാണ് അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യം ചിന്തിക്കാനായിട്ട് ഈ വരികൾ പ്രേരിപ്പിക്കുന്നു. അതേസമയം തന്നെ വാസവദത്തയ്ക്ക് അവളുടേതായിട്ടുള്ള ഒരു നീതിബോധം ഉണ്ട്. ആ നീതിബോധത്തിന്റെ അടിത്തറയിലാണ് അവൾ ഉപഭോക്തനെ കൂടി അങ്ങോട്ട് ക്ഷണിക്കുന്നത്. പക്ഷെ അയാൾ അതിന് സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ഈ ടി ശ്രീവത്സൻ, CS ബിജു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഈഡിപ്പസ് ചന്ദ്രൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞത് ഇത് വാസവദത്തയിൽ കാണുന്നത് അല്ലെങ്കിൽ കരുണയിലുള്ളത് കരുണയല്ല ക്രൗര്യമാണ് എന്നവർ വാദിച്ചത്. കാരണം അവർ പറയുന്ന കാര്യം ലകാനിയൻ മനോവിശ്ലേഷണം അനുസരിച്ചുകൊണ്ട് അവർ വാദിക്കുന്ന ഒരു കാര്യം, സ്റ്റേറ്റും മതവും ചേർന്ന് ഒരു സ്ത്രീക്ക് മേൽ നടപ്പിലാക്കിയിട്ടുള്ള കിരാതമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയുടെ ഫലമാണ് നമുക്ക് വാസവദത്തയിൽ അവളുടെ അവസാനത്തിൽ കാണാൻ പറ്റുന്നത്. ഒരുപാട് ഉന്നയിക്കുന്നത് ഇതേ സംഭവം വെച്ചുകൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ നിയമം എന്ന് പറയുന്ന ഒന്ന് അത് ബലമാണോ? നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം, നിയമം എന്ന് പറയുന്ന സാധനം ഏകപക്ഷീയമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. അതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു നീതി സംഹിതയുണ്ട്. ആ നിയമം നടപ്പിലാക്കണമെങ്കിൽ നിയമം മാത്രം പോരാ, അത് സമ്പദ് ശാസ്ത്രത്തോടും തത്വശാസ്ത്രത്തോടും, നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഏകപക്ഷീയമായിട്ട് ഉണ്ടാകുകയല്ല. അത് സമ്പദ് ശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതാണ്, അത് തത്വചിന്തയോട് ബന്ധപ്പെട്ടതാണ്, അത് സന്മാർഗത്തോട് ബന്ധപ്പെട്ടതാണ്, എത്തിക്സിനോട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെ രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ മറ്റനവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നൊരു സാധനമാണ് നിയമം. അത് നമുക്കറിയാം, പലപ്പോഴും ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിയമം നടപ്പിലാക്കിയിട്ടുള്ള ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് കാണാം. പോൾ പോട്ട് എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം
തന്റെ രാഷ്ട്രീയ വിപ്ലവം നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിനെതിർനിന്ന ആളുകളെ കൊന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിലാണ്. അതായത് മരച്ചില്ലകൾ കൊണ്ട് തലയോട്ടി പിളർക്കുന്ന രീതിയിലുള്ള അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വെടിയുണ്ടകൾ പോലും ചെലവാക്കുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് പോൾപോട്ടിന്റെ പ്രത്യേകത. അപ്പോൾ കംബോഡിയയിലെ ഏകാധിപതിയായിട്ടുള്ള പോൾപോട്ട് ആളുകളെ കൊന്നത് അദ്ദേഹത്തിന്റെ അനുചര വൃന്ദം ഈ മരച്ചില്ല കൊണ്ട് തലയോട്ടി പിളർക്കുന്ന രീതിയിൽ അടിച്ചുകൊണ്ടാണ്. മാത്രമല്ല ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ച് ആളുകളെ മുകളിലേക്ക് എറിയുക, അതിന്റെ ഭാര്യയും ഭർത്താവും കൂടി വെടിവെച്ച് വന്നതിന്റെയൊക്കെ ഒരു അവിടുത്തെ ഹിറ്റ്ലറുടെ അനുയായികളായിട്ടുള്ള ഭാര്യയും ഭർത്താവും കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവർ മുകളിലേക്ക് ഞാൻ ഇത്രയാളെ കൊന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രസകരമായിട്ടുള്ള ഈ കൊലപാതകങ്ങളും നിയമം നടപ്പിലാക്കലിനെ കുറിച്ചുള്ള ഒരു ചിത്രം ലോകത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കരുണയിലെ നിയമം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് സമയമായില്ല എന്നുള്ള അതായത് ഈ നിയമം വരാൻ സമയമായിട്ടില്ല എന്നുള്ളതാണോ? ആ യൂറോപ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാവുകയില്ലായിരുന്നു. കാരണം ഞാൻ കൊടുക്കുന്ന ഒരു ബുദ്ധൻ്റെതായിട്ടുള്ള നീതിയിലധിഷ്ഠിതമായിട്ടുള്ള പുതിയ ലോകത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ, ശരീരത്തിനപ്പുറത്തുള്ള അനശ്വരമായിട്ടുള്ള ഒന്നിനെ കുറിച്ചുള്ള വിചാരങ്ങൾ നിനക്ക് അർത്ഥം മനസ്സിലാവുകയില്ലായിരുന്നു എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ ഇപ്പോഴും ചിലപ്പോൾ കവിത അവസാനിപ്പിക്കുന്നത് ഉപഭോക്തനോട് നമസ്കാരം പറഞ്ഞത് ഇനിയും ഇങ്ങനെയുള്ള ഉപദേശങ്ങളുമായിട്ട് വരണം, ലോകത്തിന് നിങ്ങളെ പോലുള്ള ആളുകളെ ആവശ്യമുണ്ട്. ലോകത്തെ ഈ പുതിയ ഉപദേശികളായിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ടെന്നുള്ളത് സത്യമാണ്. പ്രവാചകന്മാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള നിയമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പുതിയൊരു നിയമം മരണത്തിന്റെ മുഹൂർത്തത്തിലാണ് ആർക്ക് ലഭിക്കുന്നത്. പുതിയ നീതിയെക്കുറിച്ചും ആ നീതിയുടെ അടിത്തറയിലുള്ള പുതിയൊരു ലോകജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യം മരണത്തിന്റെ വേളയിലാണ് ആർക്ക് ലഭിക്കുന്നത്, ഈ വാസവതത്വത്തിൽ ലഭിക്കുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും പ്രധാനമായിട്ടും നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നുന്നത്, നമുക്കറിയാം നിയമം എന്ന് പറയുന്ന സാധനം, അത് കൊണ്ടുവരുന്ന ശിക്ഷാവിധികൾ, ഇതിനോട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇടപെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഗോണ്ടനാമോ ജയിലിലെ തടവുകാരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അവരെ അമേരിക്ക തടവിലിട്ട നിയമങ്ങൾ എന്ന് പറയുന്ന സംഭവം പലപ്പോഴും വംശനീതിയുടെ നിയമങ്ങൾ ആയിരുന്നു എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ പങ്കുവെക്കുന്ന വെള്ളക്കാരുടേതായിട്ടുള്ള ഒരു സദാചാര സംഹിത, അതിന് പുറത്തുള്ള ആളുകളെ ഭീകരന്മാരെന്ന് മുദ്ര കുത്തിക്കൊണ്ട് പലരെയും ഗോണ്ടനാമോ ജയിലിൽ ഇട്ടുകൊണ്ട് അവരെ പട്ടി വിട്ട് കടിപ്പിക്കുന്നതിൻ്റെയും അവരെ ചാട്ടാറടിക്കുന്ന സുന്ദരിയുടെയും ചിത്രങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണും. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഒരു ശരീരം മാത്രമായിട്ടുള്ള ഒരു ആൾക്ക് മറ്റ് ഈ നിയമം പ്രയോഗിക്കുന്നതിനെതിരായിട്ട് ഈ വ്യക്തിക്ക് മറ്റൊന്നും തന്നെ തിരിച്ച് പ്രയോഗിക്കാനില്ല. അവിടെ ഉള്ളത് സ്വന്തം ശരീരത്തെ പട്ടിണിക്കിട്ടുകൊണ്ട് ഈ നിയമത്തോട്, ഇവിടെ പ്രയോഗിക്കുന്ന ശിക്ഷാ നടപടികളോടും നിയമത്തോടും ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയുകയാണെന്ന് തടവുകാർ ചെയ്തത്. 2005 ഇങ്ങനെ ധാരാളം തടവുകാർ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചു. അപ്പൊ അതിനെക്കുറിച്ച്, അതിന്റെ എത്തിക്കലായിട്ടുള്ള വശങ്ങളെ കുറിച്ച് വലിയ ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റ് നടന്ന സമയത്ത് പല ഡോക്ടർമാരും പറഞ്ഞത് ഇവരെ നിർബന്ധിച്ച് തീറ്റിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവരതിന് വഴങ്ങിയില്ല. അത് അവരുടെ ഭാഗത്താണ് ന്യായമെന്നും തടവുകാരുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും അവർക്ക് ചില പ്രിവിലേജുകൾ ഉണ്ടെന്നൊക്കെയുള്ള ചർച്ചകൾ ആ സമയത്ത് നടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന ഒരു കാവ്യം വായിക്കുന്ന സമയത്ത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരേ സമയം അനുരഞ്ജനത്തിൻ്റെതായിട്ടുള്ള നിയമത്തോടുള്ള അനുരഞ്ജനവും നിയമത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമവും ആശാൻ കവിതയിൽ കാണാൻ പറ്റും. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കാവ്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ സീത ചെയ്യുന്ന കാര്യം എന്താണ്? രാമൻ എന്ന് പറയുന്ന ഒരാൾ മുന്നോട്ട് വെക്കുന്ന കുലനീതി, വംശനീതി, അതുപോലെ തന്നെ സ്മൃതികൾ ആധാരമാക്കിക്കൊണ്ടുള്ള നീതി, ഇതിനോട് താൻ എന്ത് ചെയ്യുന്നില്ല, പുറന്തള്ളപ്പെട്ട ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് താൻ ഈ നിയമത്തെ അനുസരിക്കുന്നില്ല. അതാണ് അവസാനം ഈ കവിതയുടെ അവസാനത്തിൽ അവർ ചെയ്തത്. അവരുടെ മഹർഷിയുടെ ഉപദേശപ്രകാരം രാജസന്നിധിയിലേക്ക് അവർ പോവുകയും എന്താണ് ചെയ്തത്? അവർ
വളരെ പശ്ചാത്താപ വിവശനായിരിക്കുന്ന തൻ്റെ ഭർത്താവിനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് അവർ അന്നിലയിൽ ലോകം വെടിഞ്ഞാടി സതി എന്നാണ് ആ കാവ്യം അവസാനിപ്പിക്കുന്നത്. ചിന്താവിഷ്ടയായ സീതയുടെ അവസാനം ശ്രദ്ധിച്ചാൽ ഈ വെൽ ബാലൻസിങ് വീണ്ടും കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നിലയിൽ ലോകം വെടിഞ്ഞാടി, ലോകം വെടിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. രാമന്റെ ഈ തന്റെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ പുറന്തള്ളിയിട്ടുള്ള ആ നിയമത്തിനോട് താൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് അതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ശരീരം വെടിഞ്ഞത്. പക്ഷെ അതേസമയം തന്നെ അവസാനത്തെ വാക്യം സതി എന്നാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സതി പതിവ്രത എന്നുള്ള പ്രയോഗം ഈ കാവ്യത്തിൽ പല ഒരു കടന്നു വരുന്നതായിട്ട് രാമോപലംബം എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ചിന്താവിഷ്ടയായ സീതയിലുള്ളതായിട്ട് അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ വിമർശിക്കുമ്പോൾ പോലും കുറച്ച് കഴിയുന്ന സംഭവത്തിൽ ശ്ലോകം 163 ഭവാനി ഞാൻ ദർശിച്ച കളങ്കരേഖകൾ ക്ഷമിക്കണം എന്നുള്ള കാര്യവും സീത തന്നെ പറയുന്നുണ്ട്. ക്ഷമിക്കുക, ഞാൻ കുറെ കളങ്കങ്ങൾ പറഞ്ഞു, പക്ഷെ ക്ഷമിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന്